KMTVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ പാർട്ട് 62ലേക്ക് സ്വാഗതം. ഞാൻ അജയ് കുമാർജി. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഒന്നാമത്തെ ജതിസ്വരം ശങ്കരാഭരണം രാഗത്തിലുള്ളതാണ് പഠിച്ചത്. അത് നമ്മൾ ഓരോ നോട്ടായിട്ട് അല്ലെങ്കിൽ 4 നോട്ടായിട്ട് അങ്ങനെ വായിക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ജതിസ്വരത്തിന് ശകലം ഗമകം കൊടുത്ത് ഇച്ചിരി കേൾക്കാൻ സുഖമുള്ള രീതിയിൽ വായിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പം ത്രൂ ഔട്ട് ദ ക്ലാസ് നിങ്ങൾ വയലിനെ ശ്രദ്ധിച്ചോണം. ആദ്യം ഇത് സ്ലോ ആയിട്ട് വായിക്കും. അതിനുശേഷം പല്ലവി ചരണങ്ങൾ ഓരോന്നായിട്ട് ഇതേ രീതിയിൽ തന്നെ സ്പീഡ് കുറച്ചും പിന്നെ അതിൻ്റെ ശരിയായ രീതിക്കും വായിച്ച് കേൾപ്പിക്കും. അത് കണ്ട് നിങ്ങൾ ദയവായിട്ട് അത് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 29ാം മേളകർത്താരാഗമായ ശങ്കരാഭരണത്തിൻ്റെ ആരോഹണം അവരോഹണം അത് നമുക്ക് ഗമകെട്ടും അല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനി ഗമകത്തോടെ ഇതേ രീതി വായിക്കുക. എന്നിട്ട് പല്ലവി, അതിൻ്റെ പല്ലവി നിങ്ങൾക്കറിയാം. സാ സാ രി സാ നീ ദാ പ മാ ഗ മാ പ സാ ദാ പ മാ ഗ രി ഗ മ പ ദ നി. ഇതാണ്. അപ്പം നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ കയ്യെ ശ്രദ്ധിച്ചോണം. പല്ലവി കഴിക്കും. അപ്പം ഞാൻ ഒരു തവണ കൂടി അതൊന്ന് കാണിച്ചു തരാം. എന്താ സാ സാ രി സാ നീ. ഈ സായും നീയും കൂടെ വലിയ ദൂരമില്ല. അപ്പോൾ കൊണ്ട് സാ നീ ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ കണ്ടുകൊള്ളുക. ലാസ്റ്റ് വന്നപ്പോൾ നമ്മൾ പായ ഇതാ വായിച്ചത്. അതായത് ഗ ഗ മ പ നി ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക. അത് ഈ പാ നിങ്ങൾക്ക് ഓപ്പൺ വായിച്ചാലും കുഴപ്പമില്ല. ഈ മിഡിൽ ഫിംഗർ കൊണ്ട് വായിച്ചാലും പാ വായിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടും. പക്ഷേ അതിൽ ഈ മിഡിൽ ഫിംഗർ
ഒരു ഗ്ലൈഡ് കൊടുത്ത് വായിക്കുന്നതായിരിക്കും ഇച്ചിരൂടെ സുഖം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അതിൻ്റെ ഒന്നാമത്തെ ചരണത്തിലേക്ക് പോകാം. ഇതിലെ അവസാനത്തെ പാദരി അതിങ്ങനെ വായിച്ചോണം നിങ്ങൾ. സാ കഴിഞ്ഞിട്ടുള്ള രീ മേളത്തെ താരസ്ഥായിൽ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. മേളത്തെ അപ്പോൾ അത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ചരണത്തിലേക്ക് പോകാം. അതായത് മാ പ മ മാ പ മ ഗ സ രി ഗ മ പ ദ പ പ മ ഗ മ പ സ നി ദ പ മ ഗ രി ഗ സ രി ഗ മ ഗ സ രി സ മ ഗ സ പ പ മ ഗ ദ പ പ മ ഗ മ പ ദ നി. അപ്പോൾ രണ്ടാമത്തെ ചരണം ദാ മാ പ മ ഗ സ രി ഗ മ പ ദ പ പ മ ഗ മ പ സ നി ദ മ ഗ രി ഗ സ രി ഗ മ ഗ സ രി ഗ മ ഗ സ പ പ പ പ മ ഗ മ പ നി. വീണ്ടും നമ്മൾ പല്ലവി വായിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാൻ. മൂന്നാമത്തെ ചരണം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. സ രി സ നി സ നി ത നി ത പ ദ പ മ പ മ ഗ മ ഗ രി സ സ നി രി സ ഗ രി മ ഗ പ മ ദ പ നി ദ സ നി രി നി സ നി ദ നി സ നി ദ നി സ നി ദ പ മ ദ പ മ ഗ രി ഗ സ രി ഗ മ പ ദ നി സ സ പ പ
സാ സാ സ പ പ സ നി ദ പ മ ഗ മ പ ദ നി. ഈ ചരണം മൂന്നാമത്തെ വായിക്കുമ്പോൾ ഒരു ശകലം വ്യത്യാസമുണ്ട്, നിങ്ങളതൊന്ന് കണ്ടോണം. പായും തായും ഇവിടെ വായിക്കേണ്ടി വരും, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാനൊന്ന് കാണിക്കാം. ദാ ഇപ്പം സനി രി നീ സാ എന്ന് വായിക്കേണ്ടത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സനി നീ ദ നി സനി ദ പ മ പ മ ഗ രി ഗ സാ രി ഗ മ പ ദ. അതിനുശേഷം പല്ലവി ഒരു തവണ കൂടെ വായിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒരു തവണ കൂടി ഇത് വായിക്കാൻ കാണിക്കാം. സാ 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 ഇതേ രൂപത്തിൽ ഇത് വായിക്കണം. അതിൽ സരിഗമപനിസ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. സരി ഗ മ പ ദ ഇവിടം വരെ വായിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ 2 നോട്ടൂടെ ഉള്ളൂ. നീ സ സ നീ. അപ്പോൾ ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കുക. സരിഗമപനിസ രണ്ടാമത്തെ ശൃംഖലയിൽ നല്ലപോലെ വായിക്കാൻ പഠിക്കണം. അതിനുശേഷം പതുക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ കൈ ഓടിച്ച് നിങ്ങൾക്കത് വായിക്കാൻ ഒക്കും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ വർണ്ണം തുടങ്ങും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും തയ്യാറായി ഇതെല്ലാം പഠിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങളിത് പഠിക്കുകയും കൂടി വേണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.